കഴിഞ്ഞ ദിവസമെല്ലാം മലയാളികൾ വളരെയധികം സങ്കടത്തിൽ കണ്ടൊരു വാർത്തയായിരുന്നു നടി ലക്ഷ്മിയുടെ മകന്റെ മരണവാർത്ത. അപകട മരണമായിരുന്നു കാരണം. പക്ഷെ ഇപ്പോഴിതാ മകൻ ഇല്ലാതായി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മകന്റെ മുറിയിലേക്ക് കയറിയ ഒരു അമ്മയുടെ വേദനയാണ് ലക്ഷ്മി പറയുന്നത്. മകനില്ലാതെ ആ മുറിയിൽ കയറിയിട്ടുണ്ടോ? അവൻ്റെ സാധനങ്ങളും മറ്റും അടുക്കി പറക്കാൻ അല്ലാതെയൊക്കെ ഞാൻ കയറാറുണ്ട്, എന്നാലും അവനത് ചെയ്യിക്കാറില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ നോക്കൂ, ഈ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ മുറിയിൽ കയറാൻ പോലും സാധിക്കുന്നില്ല. അത്രയേറെ വേദനയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. എന്താണ് ആ വേദന എന്ന് എനിക്ക് പറയാൻ പോലും സാധിക്കില്ല. അത്രമാത്രമാണ് എല്ലാവരും ആ വാക്കിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ലക്ഷ്മി, ഞങ്ങൾക്ക് മനസ്സിലാകും ലക്ഷ്മി, ഇപ്പോൾ എന്തുമാത്രം വേദനയിലാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. പക്ഷേ ലക്ഷ്മിയോടൊപ്പം ഞങ്ങളുണ്ട്, വിഷമിക്കരുത്. തീർച്ചയായും ഞങ്ങളെല്ലാവരും ലക്ഷ്മിയോടൊപ്പം പിന്തുണയുമായി ഉണ്ട്. വിഷമിക്കരുത് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ആ അമ്മയെ സമാധാനിപ്പിക്കുന്നത്. ആ മകൻ തിരിച്ചു വന്നാൽ മാത്രമേ ആ അമ്മയ്ക്കിനി പഴയതുപോലെ ആകാൻ സാധിക്കൂ. അത് സാധിക്കില്ല എന്നിടത്തോളം കാലം എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാ വർഷവും ആ വേദന, അമ്മയുടെ മകൻ പോയ വേദന ആ അമ്മയുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. എന്തൊക്കെ ചെയ്താലും അത് മാറില്ല. അതൊരു വലിയ സത്യമാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അതറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നു. പ്രേക്ഷകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അറിയുന്നത്. മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ്. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതയായ താരത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇപ്പോൾ എല്ലാവരെയും കണ്ണീരണിയിപ്പിക്കുന്നത്. ഒരമ്മയുടെ വേദന എത്രമാത്രമുണ്ട് എന്ന് ലക്ഷ്മിയുടെ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കാണുക എന്നത് ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ശാപമായിരിക്കും. അതല്ലാതെ ഒരിക്കലും അവർക്കങ്ങനെ വരില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. നമ്മുടെ മക്കളെല്ലാവരും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷമായി ജീവിക്കുന്നത് കണ്ടിട്ട് വേണം നമുക്ക് മരിക്കാൻ. അങ്ങനെ ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. അത്രമാത്രം എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് മക്കളെക്കുറിച്ച് പറയുന്ന ഓരോ നടിമാരോടും. ഇപ്പോഴിതാ പക്ഷേ മകൻ്റെ മരണമറിഞ്ഞ അമ്മയെ എങ്ങനെ സാന്ത്വനിപ്പിക്കണമെന്നറിയാതെയാണ് എല്ലാവരും നോക്കുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം തന്നെ നമ്മളുടെ മക്കൾ സന്തോഷമായിരിക്കണേ എന്ന് മാത്രമാണ് നമുക്ക് ആഗ്രഹമുള്ളത്. എന്നാൽ ഇനി ആ അമ്മയ്ക്ക് ആഗ്രഹിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നുമില്ല. അവൻ മറ്റൊരു ലോകത്തേക്ക് കടന്നു കഴിഞ്ഞു. അവിടെ അവന് സമാധാനം കിട്ടട്ടെ എന്ന് മാത്രമാണ് ആ അമ്മയ്ക്ക് ഇനി പ്രാർത്ഥിക്കാനുള്ളത്. ആദമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ പെറ്റ വയറിൻ്റെ വേദന ആർക്കും അത് മറികടക്കാനോ അത് മനസ്സിലാക്കാനോ സാധിക്കില്ല. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.